ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് 3 കാര്യങ്ങൾ പറയാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ടാസ്ക് എന്നോ ചലഞ്ച് എന്നൊക്കെ പറയാം കേട്ടോ. വളരെ സിമ്പിളാണ്. 6 ദിവസം കൊണ്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ അതിന് മുന്നും കഴിയും. വളരെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ക്രാഫ്റ്റ് മേക്കിംഗ് ആണ് കേട്ടോ. ക്രാഫ്റ്റ് മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചലഞ്ചിൻ്റെ അവസാനത്തെ ദിവസം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത ഒരു റിസൾട്ട്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ദിവസം ഓരോ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാണ് 6 ദിവസം ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഈ ലാസ്റ്റ് ദിവസമാണ് നമ്മളിതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല 2-3 പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റുകൾ ഉണ്ടോയെന്നോ, അല്ലെങ്കിൽ കോമ്പറ്റീഷനോ സ്കൂളിലേക്ക് പ്രൊജക്റ്റ് വർക്കിനോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കളർ പേപ്പേഴ്സാണ്, പിന്നെ പോപ്പ് സ്റ്റിക്സും. ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു കാർഡ്ബോർഡ് വേണം, കട്ടിയുള്ളൊരു കാർഡ്ബോർഡ്. പിന്നെ ഗ്ലൂ, നമ്മുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണുള്ളത് അത് മതി കേട്ടോ. ഫേബ്രിക് ഗ്ലൂവോ ഫെവിക്കോളോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. ഗ്ലൂ ഗൺ വേണമെന്നൊന്നുമില്ല. പിന്നെ ഓരോ ദിവസം ഓരോ വീഡിയോ ചെയ്യുമ്പോൾ പറയാം എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതറിയണമെന്ന് താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ വില എത്രയാണ്, പ്രൈസ് എത്രയാണെന്നൊക്കെ അറിയണമെന്നുള്ളവർ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നാളെ തൊട്ട് ഓരോ ദിവസവും വീഡിയോ ഉണ്ടായിരിക്കും. 6 ദിവസം തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 മണിക്ക് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, ഉച്ചയ്ക്ക് 1 മണിക്ക്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, തീർച്ചയായും കാണുക, ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് കുറച്ച് ഷോപ്പിംഗ് ഐറ്റംസ്. അധികമൊന്നുമില്ല, ഒരു 3-4 ഐറ്റംസേ ഉള്ളൂ. കുറച്ച് ഓർഗനൈസിങ് ഐറ്റംസും പിന്നെ കുറച്ച് സ്റ്റിച്ചിങ് ഐറ്റംസും ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ മുമ്പ് പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളാണ്, പക്ഷെ അതിലൊന്നും അതിൻ്റെ പ്രൈസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ടല്ലോ പ്രൈസ് എത്രയായിരിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഓർഗനൈസറാണ്, ഹാങ്ങർ ഓർഗനൈസർ. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, പല വീഡിയോസിലും നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്നൊട്ടേ ആഗ്രഹിക്കുന്നതാണ് ഒരെണ്ണം വാങ്ങണമെന്ന്. അപ്പോൾ യാദർശികമായി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇതിന് വില വരുന്നത് 65 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുമ്പോൾ കാണാം MRP 90 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇത്ര വില കുറവിന് കിട്ടിയത്. പിന്നെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ കൂടുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ 65 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല വെയിറ്റ് ഉള്ളതൊന്നും ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മുടെ ഷോളുകളോ അല്ലെങ്കിൽ ലെഗിൻസ്, പാൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഇത് ധാരാളമാണ്. ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് നല്ലതാണ്. 65 രൂപയ്ക്ക് ലാഭമാണെന്നാണ് തോന്നുന്നത്. അടുത്തതായിട്ട് കാണിക്കുന്ന ഒരു ഐസ്ക്രീം മോൾഡാണ്. ഇതാണ്. അപ്പോൾ ഇതിൽ 8 എണ്ണം കേട്ടോ. അപ്പോൾ ഒരു ടൈമിൽ നമുക്ക് 8 എണ്ണം ഉണ്ടാക്കാം. ഇതിന് 92 രൂപയാണ് വില വരുന്നത്. അപ്പോൾ 90 രൂപ തൊട്ട് മുകളിലേക്ക് ഉണ്ട്. 90, 100, 125, 150 അങ്ങനെ പല റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ചെറിയ മാറ്റം ഉണ്ടായിരിക്കും, ക്വാളിറ്റിയിലൊക്കെ മാറ്റം ഉണ്ടായിരിക്കും. നമുക്ക് സാധാരണ ഇപ്പോൾ ഉപയോഗിക്കാനായിട്ട് ഇത് കുഴപ്പമില്ല. പിന്നെ പല ഷേപ്പാണ് കേട്ടോ. അത് പല ഷേപ്പിലും ഉണ്ട്. പിന്നെ ഇത് കപ്പ് കേക്ക് മോൾഡാണ്. നമ്മൾ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാനിത് അതിന് വേണ്ടി എടുത്തതല്ല കേട്ടോ, ഞാൻ ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഒരെണ്ണത്തിന് വില 6 രൂപയാണ് വരുന്നത്. കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതാണ്. പെട്ടെന്ന് നാശാവുന്നില്ല, കടലാസിൻ്റെ പോലെ അല്ലല്ലോ, പെട്ടെന്ന് നാശാവുന്നില്ല. നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഓർഗനൈസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പിന്നെ ഇത് പോക്കറ്റ് ടിഷ്യൂ ആണ്. ഒരെണ്ണത്തിന് 10 രൂപയാണ് വില വരുന്നത്. പിന്നെ ഇത് ഇതേപോലെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാഗിലോ പോക്കറ്റിലോ ഒക്കെ വെക്കാനാണെങ്കിൽ ഇതേപോലത്തെയാണ് കേട്ടോ നല്ലത്. എടുക്കാനും വെക്കാനൊക്കെ എളുപ്പത്തിന് ഞാൻ ഇതേപോലത്തെയാണ് യൂസ് ചെയ്യാറ്. അടുത്തതായിട്ട് കാണിക്കുന്ന ഈ മൾട്ടി ഹുക്കാണ്.
ഇതിന് 40 രൂപയാണ് വന്നത്. അപ്പോൾ ഇതും MRP ഉണ്ട് കേട്ടോ. 55 രൂപ എന്നാണ് MRP ചെയ്തിരിക്കുന്നത്. പക്ഷെ 40 രൂപയേ വന്നുള്ളൂ. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റ് ഉള്ളത് ഇടാൻ പറ്റുമെന്ന് അറിയില്ല, നമ്മൾ ഉപയോഗിച്ച് നോക്കിയാലേ നമുക്കറിയുള്ളൂ. എന്നാലും അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ കൊളുത്തി ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ വാങ്ങുമ്പോൾ സ്റ്റിക്കർ ഉണ്ടെന്ന് വെച്ചാലും എക്സ്ട്രാ വേറെ സ്റ്റിക്കറും കൂടി ഒട്ടിച്ചിട്ടാണ് ഞാൻ വെക്കാറ്. അപ്പോൾ കുറച്ചും കൂടി ബലത്തിൽ അവിടെ ഇരിക്കുമല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് സാധാരണ ഒരു ഹുക്ക് പോലെ വരുന്നതാണ്. ഇത് 9 രൂപ ഒരെണ്ണത്തിന്. ഇതും അധികം വെയിറ്റ് ഉള്ളതൊന്നും ഇടാൻ പറ്റില്ല. നമ്മുടെ കലണ്ടറോ അല്ലെങ്കിൽ അതേപോലത്തെ വെയിറ്റ് കുറവുള്ള സാധനങ്ങളൊക്കെ ഇടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 9 രൂപ കേട്ടോ ഒരെണ്ണത്തിന്. നല്ല വെയിറ്റ് ഉള്ളതൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങണം. പിന്നെ കാണിക്കുന്നത് ഈ സ്റ്റീലിൻ്റെ പേപ്പർ ക്ലിപ്പാണ്. ഈ ഒരു പാക്കറ്റിന് 18 രൂപയാണ് വന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പോൾ ആവശ്യം വരും എന്തായാലും. ഇനി കുറച്ച് സ്റ്റിച്ചിങ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഇതിന് ഒരു ഫ്ലവറിന് 5 രൂപയാണ് വരുന്നത്. ഡ്രസ്സിൽ വർക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് കളർ ഫ്രെയിം മെറൂൺ കളർ ഉള്ളത്. ഇതൊരു പാക്കറ്റിന് 10 രൂപ. പിന്നെ ഇത് ബട്ടൺസ് ആണ്. നമ്മുടെ ചുരിദാറുമൊക്കെ വെക്കാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. നല്ല ഭംഗിയുണ്ടായിരിക്കും. ഈ ഒരു പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ. പിന്നെ ഇത് ഫാബ്രിക് ഔട്ട്ലൈനർ ആണ്. നമ്മുടെ ഡ്രസ്സ് മുഴുക്കെ ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്ന ഗോൾഡൻ കളറാണ്. പല കളേഴ്സിലും ഉണ്ട്. 20 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇത് ലിക്വിഡ് പോലെയാണ്. കുറേ നമ്മളിത് വർക്ക് ചെയ്തിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഗോൾഡൻ കളറ് തിളക്കമുള്ള ടൈപ്പാണിത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടായിരിക്കുക. ഇത് ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പല കളറിലും നമുക്ക് കിട്ടും. നമുക്ക് തന്നെ വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ ചെറിയൊരു വർക്ക് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. സിമ്പിൾ വർക്കാണ് കേട്ടോ. അപ്പോൾ ചെയ്യണതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മോഡൽ മാത്രം വെറുതെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ഉടുപ്പുമ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഫ്ലവർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരെണ്ണത്തിന് 5 രൂപ. അപ്പോൾ ഈ റെഡ് ഫ്ലവർ വേറെ ടൈപ്പാണ് കേട്ടോ. അതിന് 10 രൂപയാണ് ഒരെണ്ണത്തിന്. ഇത് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചേക്കാണ്. അതേപോലെ തന്നെ ഈ ഗോൾഡൻ ബീഡ്സും ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബോൾ ചെയിൻ അത് ഞാൻ എൻ്റെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതും ഇതേപോലെ ഒട്ടിച്ചേക്കാണ്. എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടൊന്ന് തുന്നി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഉറപ്പിലിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിററും അതിന് ചുറ്റും വെച്ചിരിക്കുന്ന ഫ്രെയിം അല്ല, ഈ ബോൾ ചെയിനും സ്റ്റോൺ ചെയിനും കൂടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം. കുറച്ച് ഐറ്റംസ് ഉള്ളത് കാരണമാണ് ഞാൻ ഈ ഷോപ്പിംഗ് ഐറ്റംസും ഈ വർക്ക് ചെയ്തതും ഈ ടാസ്കിൻ്റെ ഒപ്പം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ടാസ്കിൻ്റെ കാര്യം ആരും മറന്നു പോകരുത്. നാളെ തൊട്ട് 1 മണിക്ക് വീഡിയോസ് ഉണ്ടായിരിക്കും. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വിജയിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബായ്.